ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ പരിപാടിയുടെ അവസാന പ്രോഗ്രാമുകളിലേക്ക് നാം കടന്നുകൊണ്ടിരിക്കുകയാണ്. ഹീത്രോ മലയാളി അസോസിയേഷൻ്റെ ഈ വർഷം 3ാമത്തെ ഓണാഘോഷ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഓണത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. കള്ളവുമില്ല ചതവുമില്ല ഇല്ലാത്ത ഒരു രാജ്യത്ത് മഹാബലി മന്നൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മഹാബലി മന്നനെ ഇപ്പോഴത്തെ നമ്മൾ ഈ തലമുറ കാണിക്കുന്നത് ഒരു കോമിക് കഥാപാത്രമായിട്ടാണ്. ഒരു പഴയ കുടയും ഒരു കുടവയറും ഒരു മൊബൈൽ ഫോണും പിടിച്ച് മാവേലി സ്റ്റേജിലേക്ക് വരുന്ന ഓണാഘോഷ പരിപാടികൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് എന്ത് സംസ്കാരമാണ് കൈമാറുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വർഷത്തെ ഓണം വളരെ നന്മ നിറഞ്ഞതും സന്തോഷം നിറഞ്ഞതും ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നന്ദി പറയുക എന്നുള്ളതാണ്. ഹീത്രോ മലയാളി അസോസിയേഷന്റെ വളർച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓരോ വർഷവും കൂടുതൽ മെമ്പേഴ്സ് ചേർന്നുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. ഇതിൽ മെമ്പേഴ്സ് ഉണ്ട്, നോൺ മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരെയും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. ഇനിയും തുടർന്നുള്ള എല്ലാ ഓണാഘോഷ പരിപാടികളിലും ന്യൂ ഇയർ പരിപാടികളിലും നിങ്ങളെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നന്ദി പറയാനുള്ളത് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടിവിടെ വന്ന മേയർ ഓഫ് ദ ലണ്ടൻ ബോറോ ഓഫ് ഓസ്ലോ കൗൺസിലർ അമീർ ഗ്രീൻവാൾ, മഞ്ജു ഷാഹിൽ ഹമീദ് കൗൺസിലർ ആൻഡ് ദി എക്സ് മേയർ, റൂത്ത് ഹാർബറി കൗൺസിലർ. ഇവർക്ക് ഹീത്രോ മലയാളി അസോസിയേഷന്റെ പേരിലും കോർ കമ്മിറ്റി HMA 2016 പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മലയാളി എന്ന നിലയിൽ നമുക്ക് വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിയാണ് മഞ്ജു ഷാഹിൽ ഹമീദ്. അവരുടെ ഹീത്രോ മലയാളി അസോസിയേഷനോടുള്ള സഹകരണം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. മഞ്ജുവിനോട് വളരെയധികം ഹീത്രോ മലയാളി അസോസിയേഷൻ മെമ്പേഴ്സും ഭാരവാഹികളും നന്ദിയുള്ളവരായിരിക്കും. അടുത്തതായി നന്ദി പറയാനുള്ളത് നമ്മുടെ ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായി കോർഡിനേറ്റ് ചെയ്ത ഓരോ പ്രോഗ്രാമിനും അതിൻ്റെതായ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നു. 2 മാസമായിട്ടുള്ള റിഹേഴ്സൽസിന്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായി ഇവിടെ പ്രവർത്തിച്ചത് മഞ്ജു, ലോയിഡ്, ലെനി, നിയ, ഫെമോ, മിസ്റ്റർ ജോൺ, ഷെറിൽ, ജെർമി. ഇവരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഒരു പുതുമ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്റ്റ് ആയിരുന്നു ജാലകം മാഗസിൻ. അത് വളരെ ഭംഗിയായി ഇവിടെ നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ഇതിന്റെ ചീഫ് എഡിറ്റേഴ്സായ ടോം ജോസ്, എഡിറ്റേഴ്സ് ജോസ് പി ജോസ്, വിനോദ് വാര്യർ, ലക്ഷ്മി വാര്യർ. ഇവരോടുള്ള നന്ദി സ്നേഹവും ഈ സമയം ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡാലിയ ജോർജ്, താങ്ക് യു വെരി മച്ച്. ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചത് JP മണ്ണിലാണ്. JPയോടുള്ള നന്ദി സ്നേഹവും അറിയിക്കട്ടെ. പിന്നെ ഈ വർഷത്തെ നമ്മുടെ ക്രാക്ക് കമ്മിറ്റിയുടെ മെയിൻ ആളായിട്ട് നിന്നത് ജോബി സി ആന്റണിയാണ്. ജോബി സി ആന്റണിയാണ് ഇവിടുത്തെ കംപ്ലീറ്റ് ആർട്ട് വർക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നത്. തെയ്യം മുതൽ കൊച്ചുകുട്ടികളുടെ കുടകൾ വരെ മാവേലിയുടെ കുട ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നും വന്നതാണ്. ജോബി സി ആന്റണിയോടുള്ള നന്ദി സ്നേഹവും ഈ സമയം അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഈ വർഷത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഓൾ നെറ്റ്വർക്ക് UK ലിമിറ്റഡ്, ലൈഫ് ടൈം പ്രൊട്ടക്ട്, ബഹ്റിൻ എക്സ്ചേഞ്ച്. ഇവരോടുള്ള നന്ദി സ്നേഹവും ഈ സമയം അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായി ഇവിടെ കോമ്പയർ ചെയ്തത് ആശ മാത്യു, മഴയാൻ, നീത. ഇവരോടുള്ള ഹീത്രോ മലയാളി അസോസിയേഷൻ പേരിലും കോർ കമ്മിറ്റി HMAയുടെ പേരിലുമുള്ള നന്ദി സ്നേഹവും അറിയിക്കട്ടെ. ഇവിടെ വിഭവസമർത്ഥമായ സദ്യ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ കൊച്ചിൻ റെസ്റ്റോറൻ്റാണ്. വളരെ ഭംഗിയായി അവർക്ക് അത് ഇവിടെ സെർവ് ചെയ്യാൻ കഴിഞ്ഞു. താങ്ക് യു വെരി മച്ച് കൊച്ചിൻ റെസ്റ്റോറൻറ്റ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോ പാർട്ടിസിപ്പൻസിനോടും അവരുടെ പേരൻസിനോടും ഉള്ള നന്ദി
നന്ദി സ്നേഹവും ഇവിടെ അറിയിക്കട്ടെ. അടുത്തതായി നമുക്ക് നന്ദി പറയാനുള്ളത് മിസ്റ്റർ ജോൺ ഐസക്, ദ പ്രസിഡന്റ് ഓഫ് HMA. അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആൻഡ് ഫാമിലി 24 hours അവർ നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ പേരുകൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പക്ഷെ സമയച്ചോക്ക കാരണം എനിക്ക് അത് പറയാൻ സാധിക്കുന്നില്ല. ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യട്ടെ. ഭീകരവാദവും ആക്രമണങ്ങളും ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മലയാളികളായി ഒത്തുകൂടാനും പരസ്പരം പരിചയപ്പെടാനും സാധിച്ചത് വളരെയധികം ഹിന്ദു മലയാള സെക്ഷൻ ഒരു നേട്ടമായിട്ട് കാണുന്നു. ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ ഓണങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഒരാൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. നമ്മുടെ സെക്രട്ടറി എല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞു. നമ്മുടെ സെക്രട്ടറി നമ്മളുടെ ഈ അസോസിയേഷന് വേണ്ടിയിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി